ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ദൃശ്യം 3 കാണാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ വന്നത് അനു സിനിമാസിലാണ്. എനിക്ക് തോന്നുന്നത് പുതിയ തിയേറ്ററാണെന്ന് തോന്നുന്നത്, കാരണം ഞാനിവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ ഞാൻ സിനിമ കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ പറയാവേ. ഹലോ, അപ്പോൾ ദൃശ്യം 3 കണ്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി പടമാണ്. പക്ഷെ എനിക്കൊരു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ദൃശ്യം 1ഉം 2ഉം വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓരോ പടത്തിനും അതിൻ്റേതായ രീതിയിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതും ജിത്തു ജോസഫ് അത്രയും അടിപൊളിയായിട്ട് അതിനെ കഥയൊക്കെ അത് അത്രയും അങ്ങനത്തെ ഒരു രീതിക്കാണ് പോകുന്നത്. എനിക്കത് പറയാനൊന്നും ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ സ്പോയിലർ അലേർട്ട്, അത് നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ ആർക്കും പെട്ടെന്നൊന്നും സ്പോയിൽ ചെയ്യാൻ പറ്റാത്ത കണക്കിലുള്ളൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് സ്പോയിൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്പോയിൽ ചെയ്യണമെങ്കിൽ അത്രയും ഇത് പറയാനും ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമേ അത് സ്പോയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും സ്പോയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു മൂവിയാണ്. അതും തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം. അടിപൊളി മൂവിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവി റിവ്യൂ പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.